എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഏറ്റവും പുതിയ ബജറ്റിനെക്കുറിച്ചാണ്. ഇത് വെറുമൊരു കണക്കുകളുടെ കളിയല്ല, മറിച്ച് രാജ്യത്തിന്റെ ഭാവിയെ രൂപപ്പെടുത്താൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. അപ്പോ ഈ ബഡ്ജറ്റ് ശരിക്കും എന്തിനു വേണ്ടിയുള്ളതാണ്? രാജ്യത്തിന്റെ വളർച്ചയ്ക്കോ അതോ മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾക്കാണോ? വെറും കണക്കുകൾക്കപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഇതിലൊളിഞ്ഞിരിപ്പുണ്ട്. നമുക്കതൊന്ന് വിശദമായി നോക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ വെറും തലക്കെട്ടുകൾ മാത്രമല്ല നോക്കുന്നത്, അതിനു പിന്നിലെ തന്ത്രങ്ങളാണ്. കാരണം ഇത് ഇന്ത്യയ്ക്കും ലോകത്തിനും ഒരുപോലെ നിർണായകമായ ഒരു സമയത്താണ് വന്നിരിക്കുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് ഇത്രയധികം ചർച്ചയാവുന്നത്? അതിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പോഴത്തെ ഒരു ആഗോള സാഹചര്യം നോക്കുകയാണെങ്കിൽ വ്യാപാര യുദ്ധങ്ങൾ, സപ്ലൈ ചെയിനിലെ പ്രശ്നങ്ങൾ, പിന്നെ പല രാജ്യങ്ങളും തമ്മിലുള്ള പിരിമുറുക്കങ്ങളും, ഇതൊന്നും കാരണം ഇതൊരു സാധാരണ ബഡ്ജറ്റല്ല. അപ്പോ സർക്കാരിന് മുന്നിലുണ്ടായിരുന്ന ആ ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, ഈ പെട്ടെന്നുള്ള പ്രശ്നങ്ങളെയും നേരിടണം, അതോടൊപ്പം തന്നെ രാജ്യത്തിനൊരു ദീർഘകാലത്തേക്കുള്ള സാമ്പത്തിക പ്ലാനും ഉണ്ടാക്കണം. ശരിക്കും ഒരു ഇരട്ട വെല്ലുവിളി തന്നെയായിരുന്നു അത്. അപ്പോ ഈ വെല്ലുവിളികളെയൊക്കെ സർക്കാർ എങ്ങനെയാണ് നേരിട്ടത്? രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി വളരെ തന്ത്രപരമായ ചില വലിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് അവരിതിന് മറുപടി നൽകുന്നത്. ഈ സംഖ്യ നോക്കൂ, 12.12 ലക്ഷം കോടി രൂപ. അടിസ്ഥാന സൗകര്യ വികസനത്തിനായിട്ടാണ് ഇത്രയും വലിയൊരു തുക നീക്കിവച്ചിരിക്കുന്നത്. പക്ഷേ ഈ ബജറ്റിന്റെ യഥാർത്ഥ കഴി ഈ വലിയ അക്കങ്ങളിലല്ല. അത് ചില പ്രത്യേക, വളരെ പ്രധാനപ്പെട്ട മേഖലകളെ ലക്ഷ്യം വയ്ക്കുന്നതിലാണ്. നമുക്ക് പുതിയ എണ്ണ എന്ന് ഇപ്പോഴത്തെ കാലത്ത് അറിയപ്പെടുന്ന സെമി കണ്ടക്ടറുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. സെമി കണ്ടക്ടറുകൾ, അതായത് നമ്മുടെ ഫോൺ മുതൽ പ്രതിരോധ സംവിധാനങ്ങൾ വരെ പ്രവർത്തിപ്പിക്കുന്ന ആ കുഞ്ഞൻ മൈക്രോചിപ്പുകൾ. ഇന്നത്തെ ടെക്നോളജിയിലും ലോകരാഷ്ട്രീയത്തിലും ഇതെത്രത്തോളം നിർണായകമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലഭ്യത ഉറപ്പാക്കാനായിട്ട് ഇന്ത്യ ഒരു പുതിയ ദൗത്യം തന്നെ ആരംഭിക്കുകയാണ്. ലക്ഷ്യം ഒന്നുമാത്രം: സ്വാശ്രയത്വം. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0. ഈ പദ്ധതിയിലൂടെ ചിപ്പ് നിർമ്മിക്കാനുള്ള ഉപകരണങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുക, നമ്മുടെ സ്വന്തം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ടാക്കിയെടുക്കുക, പിന്നെ നമ്മുടെ സപ്ലൈ ചെയിനുകൾ കൂടുതൽ ശക്തമാക്കുക. ഇതൊക്കെയാണ് ലക്ഷ്യങ്ങൾ. പക്ഷേ ഈ ചിപ്പുകൾ ഉണ്ടാക്കണമെങ്കിൽ ചില പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തുക്കൾ വേണമല്ലേ? അത് നമ്മളെ അടുത്ത ഒരു പ്രധാന വിഷയത്തിലേക്കെത്തിക്കുന്നു. അതാണ് റെയർ എർത്ത്സ്. ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക് വണ്ടികൾ, ഡിഫൻസ് ടെക്നോളജി, ഇതിനൊക്കെ അത്യാവശ്യമായ 17 ധാതുക്കളുടെ ഒരു കൂട്ടമാണിത്. ഇതിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ ആഗോള വിതരണത്തിന്റെ 90% കൂടുതലും നിയന്ത്രിക്കുന്നത് ചൈനയാണ്. അപ്പോൾ ഈ ഒരു ആശ്രിതത്വം കുറയ്ക്കാൻ വേണ്ടി ഇന്ത്യ സ്വന്തമായി ഒരു ബദൽ സംവിധാനം രാജ്യത്തിനകത്ത് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ഒഡീഷ, കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഈ സംസ്ഥാനങ്ങളിലൊക്കെ പുതിയ റെയർ എർത്ത് ഇടനാഴികൾ സ്ഥാപിക്കുകയാണ്. അവിടെ ഖനനവും സംസ്കരണവും ഗവേഷണവുമൊക്കെ പ്രോത്സാഹിപ്പിക്കും. ഈ തന്ത്രപരമായ നിക്ഷേപം ഇവിടെയും തീരുന്നില്ല. നൂതന വൈദ്യശാസ്ത്ര രംഗത്തും ബഡ്ജറ്റ് കാര്യമായ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അതിനാണ് ബയോ ഫാർമ ശക്തി എന്ന ഈ പുതിയ സംരംഭം. ഇതിലൂടെ ഗവേഷണത്തിനും മരുന്ന് ഉൽപാദനത്തിനുമായി 10,000 കോടി രൂപയാണ് നിക്ഷേപിക്കുന്നത്. ഇന്ത്യയുടെ ആരോഗ്യമേഖലയെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത് ശരിക്കും കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പരമ്പരാഗത മേഖലകളിൽ നിന്നും മാറി ഭാവിയുടെ സമ്പദ്വ്യവസ്ഥയിലേക്ക് ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. ശരി, ഇത്രയും വലിയ പദ്ധതികളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷെ ഇതൊക്കെ ഒരു സാധാരണക്കാരന്റെ പോക്കറ്റിനെ എങ്ങനെയാണ് ബാധിക്കുക? നമുക്കതൊന്നു നോക്കാം. ചില സാധനങ്ങൾക്ക് വില കുറയുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇറക്കുമതി ചെയ്യുന്ന ക്യാൻസർ മരുന്നുകൾ, വിദേശ യാത്രകൾ, വിദേശ വിദ്യാഭ്യാസം, ഇതിനൊക്കെ ടാക്സ് കുറച്ചിട്ടുണ്ട്. പക്ഷെ മറുവശത്ത് സ്പെഷ്യാലിറ്റി കോഫി, ഇറക്കുമതി ചെയ്യുന്ന ആഡംബര വസ്തുക്കൾ, പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിംഗ്, ഇതിനൊക്കെ ചെലവ് കൂടും. ഈ മാറ്റങ്ങൾക്കൊപ്പം തന്നെ ബജറ്റ് പുതിയൊരു സാമ്പത്തിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. അതാണ് ഓറഞ്ച് ഇക്കോണമി. എന്താണ് ഈ ഓറഞ്ച് ഇക്കോണമി? സിമ്പിളായി പറഞ്ഞാൽ, ക്രിയേറ്റിവിറ്റിയുടെ ബിസിനസ്. അതായത് നമ്മുടെ ആശയങ്ങൾ പണമായി മാറുന്ന ഒരിടം. സിനിമ, ആനിമേഷൻ, ഗെയിമിംഗ്, സംഗീതം, ഡിജിറ്റൽ കണ്ടന്റ്, ഇങ്ങനെ യുവജനങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യമുള്ള ഒരു വലിയ ലോകമാണിത്. ഇതിനെ ഒരു പ്രധാന തൊഴിൽ മേഖലയാക്കി മാറ്റാനാണ് സർക്കാർ ഇപ്പോൾ നിക്ഷേപം നടത്തുന്നത്. അതിനായിട്ട് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ പുതിയ ലാബുകൾ സ്ഥാപിക്കാൻ സർക്കാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ്, ഈ മേഖലകളിലൊക്കെ പുതിയ കഴിവുകളെ വളർത്തിയെടുക്കാനാണിത്. എന്നാൽ സർക്കാർ ഇത്രയും വലിയ പദ്ധതികളൊക്കെ അവതരിപ്പിച്ചപ്പോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിന്നുള്ള പ്രതികരണം അത്ര പോസിറ്റീവായിരുന്നില്ല.
അപ്പോ എന്തുകൊണ്ടായിരിക്കും ബഡ്ജറ്റ് ദിവസം മാർക്കറ്റ് ഇത്രയധികം ഇടിഞ്ഞത്? ശരിക്കും പറഞ്ഞാല് ഇത് പ്രതീക്ഷകളും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഒരു ക്ലാസിക് കേസായിരുന്നു. നിക്ഷേപകരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രേഡിംഗിനുള്ള സെക്യൂരിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് അഥവാ STT കുറയ്ക്കുമെന്നായിരുന്നു. എന്നാൽ ബജറ്റിൽ വന്നത് നേരെ തിരിച്ചായിരുന്നു. ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗിൽ 150% നികുതി വർധനവ്. ഈ ഒരു അപ്രതീക്ഷിത നീക്കം മാർക്കറ്റിനെ ശരിക്കും ഞെട്ടിച്ചു. അതിന്റെ ഫലം ഉടനടി കാണുകയും ചെയ്തു. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മോശം ബജറ്റ് ദിനങ്ങളിൽ ഒന്നായത് മാറി. ചെറിയ നിക്ഷേപകർ റിസ്ക് എടുക്കുന്നത് കുറയ്ക്കാനും സർക്കാരിന്റെ വരുമാനം കൂട്ടാനുമായിരുന്നു ഈ നീക്കമെന്നാണ് വിശദീകരണം. പക്ഷെ മാർക്കറ്റ് ഇതിനെ കണ്ടത് ഉയർന്ന ചെലവായും കുറഞ്ഞ ലാഭമായിട്ടുമാണ്. ഇതെല്ലാം നമ്മളെ ഈ ബജറ്റിന്റെ ഒരു അന്തിമ വിലയിരുത്തലിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ആരാണ് സംസാരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് അഭിപ്രായങ്ങൾ രണ്ട് തട്ടിലാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഇതൊരു അവസരങ്ങളുടെ അതിവേഗ പാതയാണ്. വികസിതവും സ്വാശ്രയവുമായ ഒരു ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള ദീർഘകാല കാഴ്ചപ്പാടാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷെ മറുവശത്ത് പ്രതിപക്ഷം പറയുന്നത് ഇന്നത്തെ യഥാർത്ഥ പ്രശ്നങ്ങളായ തൊഴിലില്ലായ്മ, കർഷകരുടെ ദുരിതം എന്നിവയൊന്നും ഈ ബഡ്ജറ്റ് കാണുന്നില്ലെന്നാണ്. അങ്ങനെ ചിപ്പുകൾ മുതൽ ക്രിയേറ്റീവ് കണ്ടന്റ് വരെ എല്ലാത്തിലും വലിയ ദീർഘകാല ലക്ഷ്യങ്ങളുള്ള ഒരു ബഡ്ജറ്റാണ് നമുക്ക് മുന്നിലുള്ളത്. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഈ ബൃഹത്തായ പദ്ധതിയുടെ വിജയം ആത്യന്തികമായി വിലയിരുത്തപ്പെടുന്നത് പ്രഖ്യാപിച്ച കോടികളുടെ കണക്കുകൾ കൊണ്ടായിരിക്കില്ല. മറിച്ച് വരും മാസങ്ങളിലും വർഷങ്ങളിലും സാധാരണക്കാരുടെ ജീവിതത്തിൽ എന്തു മാറ്റങ്ങൾ വരുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും. ഈ വിശകലനം കണ്ടതിന് നന്ദി. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.